നമസ്കാരം. നവഭാരത് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തിന്റെ നൂതനമായ പല കണ്ടെത്തലുകളും പരീക്ഷിച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഉണ്ടാക്കി വെച്ച ഉപനിർമ്മിതികളിലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ പൊളിച്ചു മാറ്റപ്പെടേണ്ടുന്ന ഒരവസ്ഥ. ആ ദുരവസ്ഥ മാറി ചെറിയ ചെറിയ പരിഹാരങ്ങളിലൂടെ, ചെറിയ ലഘു നിർദ്ദേശങ്ങളിലൂടെ നിങ്ങളുടെ വാസ്തുപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുത്തൻ ആശയങ്ങളുമായാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടില് സാധാരണ കക്കൂസ്, കുളിമുറി, സെപ്റ്റിക് ടാങ്ക്, സ്റ്റെയർ കേസ്, പട്ടിക്കൂട് ഇതെല്ലാം പണിത് വരുമ്പോൾ പല രീതിയിലുള്ള തെറ്റുകൾ ചിലപ്പോൾ ആചാര്യന്മാർ നിർദ്ദേശിക്കാതെ തന്നെ നമ്മുടെ നാട്ടിലെ പണിക്കാരുമായിട്ട് ആലോചിച്ച് സൗകര്യപ്രദമായ സ്ഥലത്ത് നമ്മൾ പണിതു. പക്ഷെ ഇത് പണിത് കഴിയുമ്പോൾ നമുക്ക് നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് മൊത്തത്തിൽ ഇടിച്ചു പൊളിച്ച് കളയേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. അത്ര കണ്ട് നമ്മൾ ബുദ്ധിമുട്ടിലായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിന് നമുക്ക് പെട്ടെന്ന് ലഘുവായ ചില പരിഹാരങ്ങളിലൂടെ ഇതെല്ലാത്തിൽ നിന്നും മോചനം നേടി നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധിയും സാമൂഹിക ഉന്നമനവും എല്ലാം നേടിയെടുത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാം. ഒരു ആള് സാമ്പത്തികമായിട്ട് താഴേക്ക് തകർന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടുകയില്ല. അതിന് വേണ്ടുന്ന ശാസ്ത്രീയമായ ചില ലഘു പരിഹാരങ്ങളാണ്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും പല രീതിയിലുള്ള ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച്, ചെറുതൊന്നല്ല, ആ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയുണ്ട്, നല്ല മൂല്യമുണ്ട്. ഇപ്പൊ പലയിടത്തും നമ്മളത് ചെയ്തിട്ട് ഒത്തിരി നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല മാറ്റങ്ങൾ വരുത്തി തീർച്ചയായിട്ടും ഒരു വീടിനെ ഉപയോഗപ്രദമാക്കി മാറ്റി കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു വീടിന്റെ വാതിലോ പ്രധാന ഗേറ്റോ അതിന് മുന്നിൽ വരുന്ന കിണറോ കുളമോ കുഴിയോ ഇതെല്ലാം വന്നതുകൊണ്ട് നമുക്ക് ചില ദോഷങ്ങൾ ഭവിക്കും. ഇതിനെല്ലാം നമുക്ക് വന്നു ഭവിച്ച് കുറെ അധികം കഴിയുമ്പോഴാണ് ഇതിൻ്റെതാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓടി ഒരു ജ്യോതിശാസ്ത്രജ്ഞനെ കാണും. ജ്യോതിഷപരമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ വലിയ വലിയ പരിഹാരങ്ങളും പൂജകളും ഒക്കെ പറയും. നിങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ അത് എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചതെല്ലാം ചെയ്യും. പക്ഷെ അപ്പോഴും ഈ തെറ്റുകൾ ഇവിടെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ പൂജ ഏറ്റില്ല എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്തെടുക്കും? പൂജാരിയെ കുറ്റം പറയും. ഇതുകൊണ്ടല്ല, നമ്മളുടെ വീട്ടിനകത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ വീടിന്റെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അശാസ്ത്രീയമായ ചില നിർമ്മിതികൾ മൂലം നമുക്കുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് നമ്മുടെ മനസ്സിലെ പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ മാറുകയാണെങ്കിലും വലിയ വലിയ പൂജകളിലേക്ക് പോകാതെ നിങ്ങൾ അതിന് ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങളുടെ സമ്പത്തിനെ പിടിച്ചു നിർത്തുക, സാമ്പത്തിക നിലവാരം ഉയർത്തുക, വർദ്ധിപ്പിക്കുക. ഇതിനു ശേഷം നമുക്ക് നമ്മുടെ വീടിന്റെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഗഹനമായി ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരും. സാമ്പത്തിക നിലയിലേക്ക് ഉയർത്താൻ പറ്റും. അങ്ങനെ ഉയർന്നതിന് ശേഷം നിങ്ങൾക്ക് അത് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതല്ല തുടർന്ന് ഇങ്ങനെ തന്നെ പോകണമെന്നുണ്ടെങ്കിലും വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം. വീട്ടിലെ മറ്റു ഉള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാം. അടിക്കടി ഉണ്ടാകുന്ന അസുഖങ്ങളും അപകടങ്ങളും ദുർനിമിത്തങ്ങളും എല്ലാം ഒഴിവാക്കി നമുക്ക് പ്രോസ്പെരിറ്റി, അതായത് ഐശ്വര്യം എന്നെന്നും നിലനിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൃദ്ധിയിലേക്ക് നമ്മൾ ജീവിച്ചു പോകാനുള്ള സാഹചര്യം നമുക്ക് കോർത്തിണക്കാൻ പറ്റും. ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ പലരുടെയും നിർദ്ദേശങ്ങൾ പ്രകാരം ഒത്തിരി കാശുകൾ ഇതിന്റെ ലഘുപരിഹാരങ്ങളല്ല, വലിയ വലിയ പരിഹാരങ്ങൾ വരെ ചെയ്തിട്ടും എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി നമ്മൾ വീട് സന്ദർശിച്ച് ലഘുവായ രീതിയിൽ പരിഹാരം ചെയ്ത് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതിന് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലേക്കുള്ള ഒരു മാർഗം തുറന്നു തരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. സമ്പൂർണ്ണ ജാതകം, പ്രശ്ന പരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.